എല്ലാരും റിയാക്ട് ചെയ്യും. ഹായ് പറയൂ. ഹായ് പറയടി. ദീപൻ ചേട്ടാ ഹായ് പറയാം. ഹലോ. വെറൈറ്റി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ത്വനം 2-ലെ നമ്മുടെ മാമന്റെ കല്യാണമാണ്. നിങ്ങൾ കാത്തിരുന്ന മാമന്റെ കല്യാണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ കുറെ പേര് ചോദിച്ചിരുന്നു, അയ്യോ മാമന്റെ കല്യാണം മുടങ്ങി പോയാലേ ആദ്യം ഫിക്സ് ചെയ്ത് നിങ്ങളൊന്ന് മാമന്റെ കല്യാണം നടത്തി കൊടുക്കുവോ, പാവല്ലേ, പുള്ളിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഒന്ന് നടത്തി കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. സോ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അത് സഫലീകരിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകണം. നമുക്ക് ഡ്രസ് കോഡ് തന്നിട്ടുണ്ട്. ഐ മീൻ ഡ്രസ് കോഡ് അല്ല, കളർ കോഡ് തന്നിട്ടുണ്ട്. സാരിക്ക് വന്നിട്ട് ഒരു ഫ്ലൂറസൻ ഗ്രീൻ പ്ലസ് വയലറ്റ് കളറാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം ഇന്ന് സാരി എടുക്കാൻ. നമുക്ക് ബ്ലൗസ് നോവ ബൊട്ടീക്ക് ആയിരിക്കും ചെയ്തു തരിക. അപ്പൊ സാരി പർച്ചേസ് ചെയ്തിട്ട് അത് വേഗം അവർക്ക് അയച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് 27th തൊട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത് കല്യാണ സീക്വൻസ്. അപ്പൊ അതിനുള്ളിൽ അവർക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരണം. സോ ഓക്കെ, ഏത് സാരിയൊക്കെ എടുക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണിത്? വ്ളോഗ് മാമന്റെ കല്യാണ വ്ളോഗ്. അതിന് പെണ്ണ് പോലും ആയില്ല, നമ്മളപ്പോ ഷോപ്പിങ്ങിന് ഇറങ്ങി. സദാശിവന്മാരുണ്ട് കൂടെ, കാരണം അവർക്കും ഡ്രസ് എടുക്കണം. എടാ പോടാ, ഇവന്മാരെന്നെ വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. നീ മൈക്ക് എടുത്തോടാ. ആ ബാക്കി കഴിക്കാൻ പറ്റില്ല. ആനാ ഷോപ്പിംഗ് പോകുന്നതിന് മുമ്പ് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ട്രിവാൻഡ്രത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായിട്ടുള്ള ഗുഡ് മോർണിംഗിൽ കയറിയത്. നല്ല പൊറോട്ടയും ബീഫും കിട്ടും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് വിശന്ന് നിൽക്കുവാണ് ഞങ്ങൾ 3 പേരും. അപ്പൊ എന്നാരെടുക്കും? എന്തായാലും കേറാം. അല്ല, അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി വെച്ചിട്ട് പോരാലോ അല്ലേ? അതെ. എന്താന്ന് വെച്ചാ ചെറുതായിട്ടൊരു പണി കിട്ടി. വേറൊന്നുമില്ല. ഇപ്പൊ നമ്മളെ വിളിച്ചു പറഞ്ഞ് മിക്കവാറും അടുത്ത ഷെഡ്യൂളിലേക്ക് കല്യാണത്തിന്റെ ഇത് എടുക്കാൻ പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഡ്രസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഒരുങ്ങി കെട്ടി നേരെ പോയി ഫുഡ് അടിച്ചിട്ട് ഇപ്പൊ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ പോണം. നിങ്ങളിത് കാണുന്ന പ്രേക്ഷകര്, നിങ്ങൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സദാശിവ വ്ളോഗും ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്ളോഗും സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്, അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് ഒരു 17 ദിവസത്തിന് ശേഷം അഗെയിൻ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോൾ കോളായതൊക്കെ ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത മാസം നവംബർ 14 തീയതിയാണ്. നാളെ 15 തൊട്ട് നമുക്ക് സാന്ത്വനം 2ന്റെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ മാമൻ്റെ കല്യാണത്തിനുള്ള കോസ്റ്റ്യൂംസ് എടുത്തു. ഒരു കോസ്റ്റ്യൂം, അതായത് കല്യാണത്തിനുള്ള കോസ്റ്റ്യൂം വന്നിട്ട് ഞാൻ എയർ ഹാൻഡ്ലൂംസിൽ പോയിട്ടാണ് എടുത്തത്. പക്ഷെ എനിക്ക് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സാരിയും സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. ആൻഡ് സംഗീതം എന്നൊരു ഫംഗ്ഷൻ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം ഞാൻ ചെന്നൈയിലുള്ള ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ചേച്ചി, എനിക്ക് ലിസ്ന എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ലിസ്ന ചേച്ചിയാണ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഒരു
ചില്ലി റെഡാണ് നമ്മുടെ അതിൻ്റെ കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചില്ലി റെഡ് ലെഹങ്ക പോലത്തെ ലെഹങ്ക, ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ലെഹങ്ക ഒന്നുമല്ല, കൈൻഡ് ഓഫ് ഒത്തിരി സിമ്പിളും അല്ല എന്നാൽ ഒത്തിരി ഗ്രാൻഡും അല്ലാത്ത ടൈപ്പ് ആണ്. എനിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യിച്ചത്. അതിൻ്റെയും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നാളത്തെ ഷൂട്ടിനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുള്ള ഒരുക്കപ്പാടിലാണ്, കാണിച്ചു തരാം. അവിടെ ഡ്രസ്സൊക്കെ കുറച്ച് എടുത്ത് വെച്ചു. ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്, ഞാൻ ഒക്കെ ഒതുക്കി പെറുക്കി എടുത്ത് വെക്കണം. ഇതാണ് ഇപ്പോഴത്തെ പണി. ഓക്കെ, അപ്പോൾ മാമൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. യെസ്, അങ്ങനെ അവസാനം എൻ്റെ ബ്ലൗസ് കിട്ടി. സാരിയുടെ കല്യാണത്തിൻ്റെ ബ്ലൗസ് കിട്ടി. പാറു എങ്ങനെയുണ്ട്? സൂപ്പർ ഇഷ്ടപ്പെട്ടാ? രഞ്ജുട്ടാ എങ്ങനെയുണ്ട്? അതിന്റെ ഇടയിലാവള്. അപ്പൊ ഇത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് നോവ ബുട്ടീക്കാണ്. ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ളവർക്ക് നോവ ബുട്ടീക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഭയങ്കര എന്താ പറയാ, മിക്ക കല്യാണങ്ങൾക്കും അവൾ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പറയാൻ ആണോ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ 7 മണിക്കാണ്, ഭയങ്കര തിരക്കായിരുന്നു അവൾക്ക്. ഇന്നലെ 7 മണിക്ക്, രാത്രി 7 മണിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 hours കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക്, നല്ല ഡിസൈൻസ് ഒക്കെ വെച്ച് കഴുത്തിലും നെക്കിന്റെ ബാക്കിലൊക്കെ നല്ല ഫുൾ ഡിസൈൻ ആയിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു നോവ ബൊട്ടീക്ക്. ഹായ്. അപ്പം തൊട്ട് മുമ്പത്തെ വീഡിയോന്റെ അടുത്ത ദിവസമാണ് ഇന്ന്. എനിക്കെന്താ പ്രാന്താണോ നിങ്ങൾ ആലോചിക്കും, പക്ഷെ അതുകൊണ്ടല്ല. നമ്മൾ അന്ന് കല്യാണ സീക്വൻസ് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ കാരണം നടന്നില്ല. അപ്പൊ ഇന്ന് സംഗീത് ഡേ ആണ്. നമുക്ക് കോവളത്താണ് ഷൂട്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവായി, ഇപ്പോൾ ഓൺ ദ വേ ആണ്. ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് കോലാവോ എന്തോ. ഇതാണ് ഞങ്ങളുടെ കുമ്പിടി. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പറയാം. ഞങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്ത് സുന്ദരികളായിട്ട് വിടുന്നത് രഞ്ജിനി ചേച്ചിയാണ്. അതുപോലെ ഞാൻ സാരി ഉടുക്കുന്നത് നല്ല ഭംഗിയുണ്ടെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നെ സാരി ഉടുക്കാൻ പഠിപ്പിച്ചതും രഞ്ജിനി ചേച്ചി തന്നെയാണ്. സുന്ദരി നമ്പർ 2, സുന്ദരി നമ്പർ 3, 4 വന്നിട്ടില്ലല്ലേ? സുന്ദരി നമ്പർ 5. ഞാൻ ജയിച്ചു കണ്ട കള്ളി കുത്തി പിടിക്കുക അസൂയ. തിന്നാൻ വേണ്ടി മാത്രം വന്നവരണം. കൃഷ്ണ കൃഷ്ണ ജീവിതം പഠിപ്പിച്ച കുറെ കാര്യങ്ങളാണ്. നമ്മുടെ 4ാമത്തെ സുന്ദരി വന്നിട്ടുണ്ട്.
അല്ല സോറി ദേവി. ഇതൊക്കെ ഞാൻ കുട്ടി വേറെ നോക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. കുട്ടി വീണ്ടും നോക്കേ, കുട്ടി ടെൻഷൻ ആവുന്ന കണ്ടു. അത് നമുക്കൊരു ചിരിയുണ്ട് അതിനകത്ത്. ഞെളിഞ്ഞു നിൽക്കണം. കള്ളപ്പന്നി. കൈ വിട്ടു പോയി. ആകാശ് കഴിവിട്ടു. ആകാശ് കഴിവിട്ടു. എന്നെ ചതിച്ചു കൈസ്, എന്നെ ചതിച്ചു. കള്ളപ്പന്നി ഇട്ട് പോയി. മീനാക്ഷിനെ ഒഴിവാക്കി വേറെ നിങ്ങളിത് കാണണം. സാന്ത്വനം കാണുന്ന ആൾക്കാർ ഇത് എന്തായാലും മനസ്സിലാക്കണം. കൊച്ചിന്റെ വിഷമം, മീനിന്റെ വിഷമം. അല്ലേലേ മീനിനെ ഒഴിവാക്കാൻ നിൽക്കുവാണ് ആകാശ്. ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞയക്കാൻ നിൽക്കുവേ. ഇപ്പൊ അത് ജീവിതത്തിലേ പറഞ്ഞയച്ചു. ഏതോ പെണ്ണിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു, അഴിഞ്ഞാടുന്നു. വേണ്ടേ കണ്ടോ ഡാൻസ് കളിക്കാൻ തുടങ്ങട്ടെ. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തു. അതിന്റെ അപ്പുറത്താണ് ഇവിടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുകയാണ്. റിഹേഴ്സൽ ക്യാമ്പിലെ അത്ഭുതങ്ങൾ കാണാം. എന്തേ ഗിരീഷ് എന്തേ? അങ്ങനെ സംഗീതം കഴിഞ്ഞ് കല്യാണം തുടങ്ങുകയാണ്. അപ്പം നമുക്ക് കുറച്ച് മേക്കപ്പ് ആവാം. അങ്ങനെ ആ ലിപ്സ്റ്റിക്ക് ഒരു സ്റ്റുഡിയോന്റെ ഏതോ ഒരു ഷെയ്ഡാണ്, ഷെയ്ഡാണാവോ. പിന്നെ എൻ്റെ കാർന്നോർമാർക്ക് കുറച്ച് കോലമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ രൂപവും ഭംഗിയൊക്കെ കിട്ടി. അതുകൊണ്ട് അധികം മേക്കപ്പിന്റെ ആവശ്യമൊന്നും വന്നില്ല. എങ്കിലും ലിപ്സ്റ്റിക് കുറച്ച് പണി തന്നു. എത്ര ഇട്ടിട്ട് ശരിയായില്ലോ. ഇതെന്താ ഈ മൊട്ടത്തടഞ്ഞ ഇവിടെ കണ്ടിട്ടല്ലോ. ആ ദേവിയെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കൂടിപ്പോയെ. ഇപ്പം എന്താ ചെയ്യാ, കുറച്ച് കളഞ്ഞേക്കാം. അയ്യോ കയ്യിൽ അതിനിൽ കന്തോ എന്തോ തുടയ്ക്കാം. ടിഷ്യൂ ഒന്നും കാണാനില്ലല്ലോ. ആരും കണ്ടില്ല, കയ്യിലുമായി. എന്ത് ചെയ്യും, തുടയ്ക്കാനും പറ്റില്ല. ഈശ്വര ആരും കാണല്ലേ, കയ്യിൽ തന്നെ വെച്ച് തയ്ക്കാം. ചേച്ചിയേ അവിടെ ചിക്കന്മാരും ഉണ്ടാവാൻ നോക്കാൻ എനിക്ക് ബോറടിച്ചിട്ട് ചെയ്യാം. ഷോ ബോറടിച്ച് ചാവാറേ. ഹായ് ദേ ആകാശ് മൻമുകളോ.
എന്താ പറഞ്ഞേ? ഓ, കഴിച്ചിട്ട് രണ്ടിന് പോവാണോ? ഓ, പൊക്കോ പൊക്കോ പൊക്കോ, ടാറ്റാ. ഇതാ ഞങ്ങളുടെ കല്യാണത്തിരിക്കുന്നു ഗൈസ്. ഗിരിക്ക് ജലദോഷ, പാവം വയ്യാണ്ടിരിക്കുക എന്റെ കൊച്ച്. അനുക്കുട്ടി അയ്യോ വിതൗട്ട് ലൈറ്റ്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ് ഇങ്ങനെയായിരുന്നു നമ്മുടെ മാമന്റെ കല്യാണ പന്തൽ. പക്ഷെ ലൈറ്റ് ഒക്കെ വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ തകർപ്പൻ ഫോട്ടോ എടുപ്പാണ് എല്ലാരും മാമന്റെ കൂടെ. കല്യാണ ചക്ക സന്തോഷാടാ. അവിടെ ഫോട്ടോഷൂട്ടാണ്. ഇവിടെ പാറുപ്പി എന്തിനോ എന്താ വെറുതെ നടക്കുന്നു. ദീപൻ മുരളി വ്ലോഗ്. അയ്യോ പോയി, അപ്പളേക്കും പോയി. ആശിഷ നിന്റെ ഫോട്ടോ ആരെങ്കിലും എടുക്കണ്ടോടാ? നമ്മുടെ കൃഷ്ണമംഗലം ഫാമിലി. ഓണാക്കിട്ട് കണ്ടോ ഇന്നലെ കളിച്ച സ്റ്റെപ്പ് വല്ല ഓർമ്മയുണ്ടോടാ? ഏത്? മോളിലേക്ക് മാങ്ങവറി, താഴേക്ക് ചെളികുത്ത്. മറന്നു. ഓ, ഒത്തെടുത്തു. ഒന്ന് പോയി റെഡി ആവോ? അരി എന്താ റെഡിയായോ? ഇയാള് റെഡിയായോ? മുടിയൊക്കെ പരത്തിയിട്ട് നിൽക്കുക. ഇത് റെഡിയാവുന്നില്ലേ? റെഡിയാവാൻ പോണ. ഒന്ന് പോയി തരൂ, നല്ല എനിക്ക് റെഡിയാവാൻ പറ്റൂ. ഓ, ഇപ്പൊ ഇങ്ങടെ വന്നോളൂ. ഞാൻ വെറുതെ ഇരിക്കായിരുന്നു അവിടെ. എന്താടാ? ഐഷുന്റെ ഫോണിന്റെ മറ്റേ കവർ ഉണ്ടല്ലോ, കവറിനകത്ത് എല്ലാരെയും കാണിക്കാൻ വേണ്ടി ആരും നോക്കുന്നില്ല. വ്ളോഗിന് വേണ്ടിട്ട്, എല്ലാരും വ്ളോഗിന് വേണ്ടിട്ട് സഹകരിക്കാൻ വേണ്ടിട്ട് അവള് ബാഗിൽ സാധനം വെച്ചിട്ടുണ്ട്. ഒരു 100 രൂപ. തലയെടുത്ത് വെട്ടി വെച്ചിരിക്കണ പോലെ. 0.5 കണക്കുന്നത്. 0.5. അയ്യോ, ഇങ്ങനെയാണോ നിക്കണ്ടായിരുന്നു? രഞ്ജുട്ടിനെ കാണില്ലേ? എന്നെ കണ്ടില്ലേലും വേണുണ്ട്. കൈ വരെ അഭിനയിക്കും മോഹൻലാലിന്. കൈ വരെ നോക്കിക്കോ കേട്ടോ. ഓക്കെ അല്ലേ? എക്സോട്ടോ. പക്ഷെ ഈ താഴത്തെ ഹെയർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, മറ്റേ ഹെയറിനെ പോലെ എക്സ്ട്രാ നമ്മളെ
ഇവിടെ ഷൂട്ട് നടക്കുമ്പോ ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അഭിനയിക്കാണ്ട്. എന്ത് പ്ലാൻ? ഞങ്ങൾ അടുത്ത ഡാൻസിനുള്ള പ്ലാൻ നേരത്തെ കണ്ടില്ലേ ഇവളുടെ ഫസ്റ്റ് ഒരു കുറച്ച് നേരത്തെ മുമ്പ് ഞാനും കളിച്ചൊരു വീഡിയോ ഉണ്ട്. ഞങ്ങൾ എന്താണ് അത് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിലാണ് ചെയ്യുന്നത്. അതിന്റെ പ്രാക്ടീസ് ആയിരുന്നോ? രാവിലെ ക്യാമറ തൂക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ വ്ളോഗേഴ്സ് ആയതുകൊണ്ടുള്ളതാ. ഇവിടെ നോക്കാം, അവിടെ നോക്കരുത്, ഇവിടെ നോക്കരുത്. ഐശ്വര്യ ഒഫീഷ്യൽ, ഐശ്വര്യ ഓക്കെ, ഐശ്വര്യ ഫ്രീ ആയിട്ട് നടക്കും. ആശിഷ് കണ്ണനും 100 രൂപ എടുത്ത് മാറ്റി ഇതിലാണോ റീച്ച് ചെയ്ത് ഇതിലാണോ ഞങ്ങളുടെ സദാശിവ ഞാൻ പറയട്ടെ എനിക്ക് മാത്രം എനിക്ക് ഫ്രീ ഉണ്ട്. ഐശു ആണെങ്കിൽ എപ്പോഴും ഒരാളൊന്നും എന്ത് വെച്ചിട്ട് അപ്പോഴേ ക്യാമറ എടുത്ത് സുഖം നിന്നെ വിറ്റിട്ട് നിങ്ങളെ വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. കരഞ്ഞു മെഴുകിയിരിക്കുകയാണ് ഗൈസ്, കരഞ്ഞു മെഴുകിയിരിക്കുകയാണ്. അയ്യോ, ഞാൻ വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ടില്ല. താങ്ക് യു. സോ നമ്മളെല്ലാരും കരഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്റെ പൊന്നു മാമനും ബാലച്ചനും എല്ലാരും കൂടെ ഞങ്ങളെ കരയിച്ചു ഗൈസ്. ഈ പട്ടിയാണ് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും ഞാനിത് മനസ്സാ വാച അറിഞ്ഞിട്ടില്ല. എന്റെ വിഷമം പോട്ടെന്ന് വെക്കാം. ബാബ എന്റെ ദേവിമോള് ചങ്കടപ്പട്ടനെ കണ്ട ദേവിമോളുടെ വിഷമം വേറെ, കംപ്ലീറ്റ്ലി വേറെയാണ്. മാമ പോയാൽ ഇതോടെ കാണിച്ചു എന്റെ ജീവിതം കാണുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കരഞ്ഞ് അഭിനയിച്ചത് ഗൈസ്, ഞാനൊരു വൈൻഡപ്പ് ചെയ്യട്ടെ വീഡിയോ ഗൈസ്. അപ്പൊ നമ്മുടെ മാമന്റെ കല്യാണവും സംഗീതവും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പാക്കപ്പ് ആവാൻ പോവാണ്. വൈൻഡപ്പ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹായ്, അപ്പോൾ നമ്മുടെ ധർമ്മമാമൻ്റെ കല്യാണം സംഗീതമൊക്കെ കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 4 days ആയിരുന്നു ഇതിൻ്റെ ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇപ്പോഴെത്തുമ്പോൾ ലേറ്റായിട്ട് കംപ്ലീറ്റ് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണവും പിന്നെ എന്താ പറയുക എല്ലാവരും ടയേർഡൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ആ 4 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. അയ്യോ, നാളെ നമുക്ക് ബ്രേക്കാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് മാമൻ്റെ കല്യാണത്തിൻ്റെ നല്ല കുറേ ഡാൻസും പിന്നെ നല്ല നല്ല സീൻസും എപ്പിസോഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം എന്നല്ല, ചിലപ്പോൾ ഞാനിത് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പായിരിക്കാം. സോ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. That's it. Thank you. Bye-bye.